ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂ കാലം നീ തന്നു. എല്ലാവർക്കും സഫാരി മലയാള ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലാവൻഡർ ഫീൽഡിലേക്ക് പോവാണ്. ഇതാണ് ലാവൻഡർ പൂവ്. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണു. നല്ല സ്മെല്ലാണ് ഇതിന്റെ കുറെ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇന്ന് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും വെക്കാൻ മറക്കല്ലേ. റിയമ്മ റിയമ്മ ഹലോ ഹായ് ഹലോ, ഞങ്ങളിപ്പോ സ്ഥലത്തെത്തി. ഞങ്ങൾ 2 വണ്ടിക്കായിട്ട് വന്നേ. ഇന്നത്തെ ക്ലൈമറ്റ് അത്ര സണ്ണിയല്ല, ഒരു മൂഡിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബ്രൈറ്റ്നസ് കുറവുണ്ടാവും വീഡിയോസിന്. പിന്നെന്താ, നല്ല കാറ്റാ. ഇന്ന് മുടി ഇരിഞ്ഞ ഒരു പരിവാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഫീൽഡിലേക്ക് പോവാം. ഞങ്ങള് ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്, ഓൺലൈനിൽ ടിക്കറ്റ് എടുത്താ വന്നേ. ഇവിടുന്ന് കാണുമ്പോ കുറെ ഉണ്ട്, അങ്ങോട്ട് കുറെ ഉണ്ട് നടക്കാനൊക്കെ ആയിട്ട്. നോക്കാം, നമുക്ക് അടുത്ത് ചെന്നിട്ട്. ഇവിടുന്ന് കാണുമ്പോ ഒരു ചെറിയൊരു നീല കളർ, ഒരു പർപ്പിളിഷ് കളർ കാണുന്നത്. കാണാൻ നല്ല രസമുള്ള പൂക്കളാ. അതിന്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ അതിന്റെ കളറ്, പൂക്കള് കൊഴിഞ്ഞു പോകുന്നൊരു സംശയമുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോ ഒരു മങ്ങലുള്ള പോലെ. കാറ്റിന് പറ്റാത്ത ചെറിയ തണുപ്പുണ്ട് കാറ്റിന്. ഗ്യാങ് പോകുന്നു 3-ാം തവണ. ഇതിലൊരാളും കൂടി കുറവുണ്ട്. ആൾക്ക് നൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല ഉറക്ക. അല്ലെങ്കിൽ ബാക്കിയൊക്കെ ഇതൊക്കെ തന്നെ ആൾക്കാര്. ഇത് ഞങ്ങളുടെ റീൽസിന്റെ നേതാവി, അത് ഡാൻസിന്റെ നേതാവി, പിന്നെ ഞങ്ങളുടെ കുറുമ്പിപ്പെണ്ണ്. അപ്പൊ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ ലാവൻഡർ ഫീൽഡില്, ഹിച്ചിങ്സില്. ഇതിന്റെ എൻട്രൻസ് ആണ് ഇത്. ഇവിടെ നമ്മള് ടിക്കറ്റ് കാണിക്കുകയാണ് ചെയ്യണേ. നല്ല സ്മെല്ലാണ് ഇവിടെ. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. വാ.
നല്ല തിരക്കുണ്ടെന്ന്, പക്ഷെ കുഴപ്പമില്ല. നല്ല സ്മെല്ലാണ് ഇവിടെ നടക്കാൻ. നല്ല സ്മെല്ലുണ്ട്, നല്ല സ്ട്രോങ് സ്മെല്ല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട്. ഇത് ഇവിടുന്ന് അങ്ങോട്ടും അങ്ങോട്ട് കുറെ ഉണ്ട് നടക്കണം. നമുക്ക് കുറെ നടക്കാം അങ്ങോട്ട്. നമുക്കൊരു 5 മണി വരെയാന്ന് തോന്നുന്നു ഇതിന്റെ ടൈമിങ്സ്. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് വന്നേ. ബാബുവാ തണുപ്പുണ്ടാവുക, അവള് ഇത്തിരി വാശിയിലിപ്പോ. ഹലോ ഹലോ ഹലോ, കൊറേ ഫോട്ടോ എടുത്ത് കൂട്ടുന്നു. ഇവിടെ നമുക്ക് ഫുഡ് ഉണ്ട്, അതുപോലെ കുറെ എന്താ ഈ ലാവൻഡർ കൊണ്ട് ഉണ്ടാക്കിയ കുറെ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉണ്ട്. ഈ മെഡിറ്റേഷൻ വെൽബീയിങ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്ക് ഇതിങ്ങനെ പൂ പൊട്ടിച്ചോണ്ട് പോവാൻ നേരത്തെ പറഞ്ഞ പോലെ. നല്ല സ്മെല്ലാ, ഇങ്ങനെ നല്ല സ്മെല്ലല്ലേ. പിന്നെ ഫുഡ് കഴിക്കാണ്ട്, ഫുഡ് കഴിക്കാൻ കുറച്ച് കഴിയുമ്പോൾ പോകണം. ഇങ്ങനെ ഒരു ബിസി ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു രസമാണ്. നല്ല ഫോട്ടോസ് കിട്ടും അല്ലേ, നമുക്ക് ഇൻസ്റ്റഗ്രാം ചെയ്യാൻ പറ്റിയ കുറെ ഫോട്ടോസ്. പിന്നെന്താ ഒരു ക്ലൈമറ്റും ആംബിയൻസും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോൾ തന്നെ ഒരു രസമല്ലേ എല്ലാവരും കൂടി പോകാൻ. ഈ ടൈം ഇങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അറിയില്ല, എന്തെങ്കിലും ഇവിടുത്തെ മൊമെന്റ്സ് എൻജോയ് ചെയ്യാന്ന് വെച്ചപ്പോൾ എല്ലാവരും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വന്നോളൂ, നല്ല നല്ല സ്ഥലമാണ്. എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ കുറെ അങ്ങോട്ട് കുറെ നടന്നു, കുറെ റീൽസ് എടുത്തു, കുറെ ക്ലിപ്സ് ഉണ്ട്. ഇത് കൂടുതലും ഇങ്ങനെ നടന്ന് കാണാനുള്ളതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ചധികം പൂക്കൾ പൊട്ടിച്ചു. നല്ല സ്മെല്ലായിരിക്കും എൻ്റെ വീട് മൊത്തം. ഇനി ആ ഭാഗത്തേക്കൊക്കെ കുറെ ഫുഡ് കഴിക്കാനും അതുപോലെ കോസ്മെറ്റിക്സ് വാങ്ങാനും അങ്ങനെ കുറെ ഇതുണ്ട്. ഞങ്ങൾ അവിടേക്കൊന്ന് പോകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണേ. അതുപോലെ എന്താ പറയാ, നിങ്ങൾക്ക് വല്ല കമന്റ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഞങ്ങൾ പോകണമെന്ന് വിചാരിക്കുന്ന വല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. പിന്നെന്താ പറയാനുള്ള, കുറെ ഫോട്ടോസ് കിട്ടി. കഴിഞ്ഞ ആഴ്ച ഫുഡ് ആണെങ്കിൽ ഈ ആഴ്ച ഫോട്ടോസാ. അപ്പൊ അങ്ങനെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവരൊക്കെ ഇതുപോലെ ഫോട്ടോസ് എടുത്ത് ഫോട്ടോ അതുപോലെ ആ വാക്ക് ആ ആംബിയൻസ് ഒക്കെ പൊളിയാ. അപ്പൊ നിങ്ങൾ ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഇവിടെ വരാൻ നോക്കണം. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടുത്ത് വരുമ്പോ അതിന്റെ നല്ല രസമുണ്ട് കാണാൻ.
ഇത് ഗിഫ്റ്റ് ഷോപ്പാണ്. ഗിഫ്റ്റ് ഷോപ്പിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഇവിടെ ഒക്കെ ലാവൻഡർ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ലാവൻഡർ ടീ, സോറി, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ നോക്കണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ പൊട്ടിച്ച് വെക്കണ്ട. അതാണ് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്മെല്ലാ. അപ്പൊ ഇത് വീട്ടിൽ കൊണ്ടുവച്ച് നല്ല സ്മെല്ലായിരിക്കും. പിന്നെ കുറെ പ്രൊഡക്ട്സ് ഉണ്ട് ഇവരുടെ. ഓ, ബാത്ത് പ്രൊഡക്ട്സ് മൊത്തം ഇവിടെയാണ്. മസാജ് ഓയില്, ബട്ടർ, ഫുഡ് ക്രീം, ലോഷൻ, ജിന്നൊക്കെ ഉണ്ട് നോക്കിക്കേ. അപ്പുറത്തൊരു ഇതില് ഐസ്ക്രീം, അതുപോലെ കേക്ക്, ലാവൻഡർ ഫ്ലേവേർഡുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അതും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയ ഞങ്ങളുടെ ഒരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു ഈ ലാവൻഡർ ഫീൽഡ്. കഴിഞ്ഞ വർഷം വരണമെന്ന് വെച്ചിട്ട് നടന്നില്ല. ഇപ്രാവശ്യമാണ് വരാൻ പറ്റിയത്. നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ വന്ന് നോക്കണം ലാവൻഡർ ഫീൽഡ്. ആ ഒരു സ്മെല്ല്, ആംബിയൻസ് ഒക്കെ നല്ല റിഫ്രഷിംഗ് ആണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നേ മറക്കാതെ. ടാറ്റാ. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് വൈൻഡപ്പ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെ കൂടെയുള്ളവർക്ക് പാർക്കിലൊന്ന് പോകണം. അപ്പൊ നിയർ ബൈ ഉള്ളൊരു പാർക്ക് ഞങ്ങൾ ചൂസ് ചെയ്തതാണ്. ഇവിടെ കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക, എന്തെങ്കിലും ചിപ്സ് ഒക്കെ വാങ്ങി തിന്നുക, ആ ഒരു ഇതിലാണ് പോണേ. അവിടെ കുറച്ച് സ്ലൈഡുകൾ ഉണ്ട് അവർക്ക് കളിക്കാൻ പറ്റിയത്. അപ്പൊ കുറച്ചു നേരം അവർക്ക് എന്തോ നടന്നും ഒക്കെ മടുത്തു. അപ്പൊ അവർക്കൊന്ന് കളിക്കണം. റൗണ്ട് കഴിഞ്ഞിട്ട് വരാം. सर्वाइव कितना एक स्टेप इस दिल नहीं भरता मैं तो डिफाइन कितना